കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടിക്കൊഴികളായി രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോ. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് നിർദ്ദേശം നൽകിയത് വിവാദമായിരുന്നു. അനൂപുണ്ട വിശദാംശങ്ങളുമായി. അനൂപ, എന്താണ് വിശദാംശങ്ങൾ? രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി വയനാട്ടിലെത്തുകയാണ്. അദ്ദേഹത്തിന് റോഡ് ഷോ ഇപ്പോൾ കൽപ്പറ്റയിൽ നടക്കുന്നു. ഈ റോഡ് ഷോയിലാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും കൊടികൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ കൊടികൾ ഉപയോഗിച്ചത് വിവാദമായിരുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചതും ആ രീതിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ഈ രീതിയിൽ ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടികളില്ല, അതോടൊപ്പം കോൺഗ്രസിന്റെയും കൊടികളില്ല. സമവായ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നീക്കുപോക്കിലേക്ക് എത്തിയത് ഒടുവിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ തവണ തന്നെ വലിയ ചർച്ചകൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ കൊടികൾ വ്യാപകമായി ഉപയോഗിച്ചിട്ട് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചറിയാനുള്ള വിലയിരുത്തൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ദേശീയ നേതൃത്വവും ആ രീതിയിലുള്ള ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം 2019 തന്നെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നു. അത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൽ വലിയ അസംതൃപ്തികളും ഉണ്ടായിരുന്നു. ലീഗിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ, അന്നത്തെ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന ഇഹാൻ തരക്കൽ ഉൾപ്പെടെയുള്ളവർ ഈ തീരുമാനത്തോട് വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവർ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കുമെന്ന് ഉൾപ്പെടെയുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ആ രീതിയിൽ വിവാദമായതോടുകൂടിയാണ് മുസ്ലിം ലീഗിന്റെ കൊടികൾ ഈ രീതിയിൽ ഒഴിവാക്കാൻ നിർദ്ദേശം ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. ആ ഘട്ടത്തിൽ ഏതായാലും അത്തരമൊരു സമീപനം ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഉത്തരേന്ത്യയിലും മറ്റും മുസ്ലിം ലീഗ് കൊടികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുണ്ട്. ഏതായാലും അതുകൊണ്ടാണ് കോൺഗ്രസിന്റെയും അതോടൊപ്പം മുസ്ലിം ലീഗിന്റെയും കൊടികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏതായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയിൽ നേരത്തെ വ്യാപകമായി മുസ്ലിം ലീഗ് കൊടികൾ ഉപയോഗിക്കപ്പെട്ടിരുന്നു. അത് പൂർണ്ണമായി ഒഴിവാക്കിയ ഒരു സാഹചര്യമാണ്. ഏതായാലും ഇപ്പോൾ കൊടികളൊന്നും തന്നെ ഇപ്പോഴില്ല. അതോടൊപ്പം കോൺഗ്രസിന്റെ കൊടികളുമില്ല. ഈ കോൺഗ്രസ് UDF സംസ്ഥാനത്ത് പിന്തുണ പ്രഖ്യാപിച്ച മറ്റ് ചില രാഷ്ട്രീയ കക്ഷികളുടെ കൊടികൾ ഈ രാഹുലിന്റെ സ്വീകരണത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം മുൻകൂട്ടി കണ്ടാണ് വളരെ കൃത്യമായ ഇത്തരം തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയത്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ഈ റോഡ് ഷോയിൽ കോൺഗ്രസിന്റെ അതോടൊപ്പം മുസ്ലിം ലീഗിന്റെയും കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. അനൂപ്, അതായത് മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതില് ലീഗിന്റെ അതൃപ്തിയും നിലനിൽക്കുകയാണ്. മുസ്ലിം ലീഗിൽ ഈ തീരുമാനം തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മറ്റും കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള സന്ദേശങ്ങളും മറ്റും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം കാരണമായത് ഏതായാലും ഇപ്പോൾ പെട്ടെന്ന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടാണ്. ഈ മുസ്ലിം ലീഗിന്റെ കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് നിർദ്ദേശം വന്നു. എന്നാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും. കോൺഗ്രസിന്റെ മാത്രം ആളുകളല്ല ഈ പ്രചരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്ക് മറ്റും പങ്കെടുക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടികൾ മാത്രം ഒഴിവാക്കിയാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്കും മുസ്ലിം ലീഗിൽ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകും. ഏതായാലും അത് ഒഴിവാക്കാനാണ് തങ്ങളുടെ കൂടി കൊടികൾ ഈ റോഡ് ഷോയിലും മറ്റും ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ രീതിയിൽ ഇപ്പോൾ പൂർണ്ണമായും വിധത്തിൽ കൊടികൾ ഒഴിവാക്കിയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലാണ്, റോഡ് ഷോയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ തീരുമാനം തന്നെ ഇപ്പോൾ ലീഗിൽ തങ്ങളുടെ കൊടികൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം സമവായം ഉണ്ടായത് എന്നൊരു ആക്ഷേപം ശക്തമാണ്. ഏതായാലും അത് പ്രാദേശിക തലത്തിൽ തുടങ്ങി ജില്ലാ നേതൃത്വം അംഗങ്ങളായിട്ടുള്ള വാട്സ്ആപ്പ് ഉൾപ്പെടെ ആ രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു അല്ലെങ്കിൽ ഭിന്നതയുടെ ഒരു സ്വരം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് കോൺഗ്രസും തങ്ങളുടെ കൊടികൾ ഈ പ്രധാന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ വലിയ ആഘോഷമായാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും കൊടികളെല്ലാം ഉപയോഗിച്ചത്. മുസ്ലിം ലീഗിന്റെ വലിയ കൊടികളെല്ലാം ആ ഘട്ടത്തിൽ പ്രചാരണത്തിനായി ശരി, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ കൊടികൾ ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ റോഡ് ഷോ. മുസ്ലിം ലീഗ് കൊടികൾ ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ തവണ കോൺഗ്രസ് നിർദ്ദേശം നൽകിയിരുന്നു. അത് വിവാദമാകുകയും ചെയ്തിരുന്നു. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.